ചെറിയൊരു ഒച്ചയുടെ പനിയുണ്ട്, സൗണ്ട് വല്ലാതെ ഇരിക്കുന്നത്. ഇവിടെ സാറ്, അരുൺ സാറ്, എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും, ശ്രീ സാറെ എല്ലാവരെയും ഓർത്തുകൊണ്ട് എൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം മാഡം പറഞ്ഞ പോലെ ഈ കിടന്നിടത്തു നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ സാധാരണ അമ്മമാർ കുളിപ്പിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് വേദി കുളിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. ആ രീതിയിൽ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. കാരണം വെരിക്കോസ് അൾസറാണ് എനിക്ക് വന്നിരുന്നത്. വെരിക്കോസ് വന്ന് എന്താ പറയുക, എഴുന്നേക്കാൻ വയ്യാതെ കാല് പല ട്രീറ്റ്മെന്റ് ചെയ്തു. ആയുർവേദത്തിൽ പോയി 1.5 മാസത്തോളം ആയുർവേദത്തിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ തിരിച്ചു വന്ന് വേറെ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടായപ്പോൾ ആയുർവേദത്തിൽ പോകാൻ മേലാത്ത സാഹചര്യം വന്നു. ആ 2.5 മാസം ഞാൻ ആയുർവേദ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിട്ട് കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പഥ്യം, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ആവിയിൽ കുതിർത്ത ഭക്ഷണം, ഉപ്പില്ലാത്ത ഭക്ഷണം, 10 ദിവസം. ഞാൻ ആ 10 ദിവസം ആ ഒരു മരുന്ന് കഴിച്ചു. മരുന്ന് പറഞ്ഞാൽ നെയ്യാണ്. ആ നെയ്യ് എന്ന് പറഞ്ഞാൽ രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ 5 മണിയാകുമ്പോൾ 3/4 ഗ്ലാസ് നെയ്യ് കൊണ്ട് തന്നാൽ അന്നത്തെ ദിവസം വേറെ ഭക്ഷണമില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞാൽ നീ എന്തിനാ ഇങ്ങനെ കഴിക്കുന്നത്? 10 ദിവസം കൊണ്ട് ആ 10 ദിവസം കൊണ്ട് ഞാൻ അല്ലാത്ത രീതിയിലും ഇരിക്കും. ഇപ്പൊ എല്ലാവരും പറയും, ശരീരമായിട്ടാണെങ്കിലും രാജ്യത്തിലാണെങ്കിലും എല്ലാം പറയും ശോഭയത് കഴിച്ചത്, ഞാനാണെങ്കിൽ അതൊന്നും കഴിക്കത്തില്ല എന്ന്. അതുപോലെ എങ്ങനെയെങ്കിലും നമ്മുടെ കാലിന്റെ പ്രശ്നം ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ് അത്ര കട്ടിയായിട്ട് പോലും അതുപോലെ ട്രീറ്റ്മെന്റ് എടുത്ത് 2-2.5 മാസം അവിടെ കിടന്ന് ഒന്ന് കുറഞ്ഞു. വീട്ടിൽ വന്നു. 2 മാസം ജോലിക്ക് പോയി. ഞാൻ SBI ലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2 മാസം ജോലിക്ക് പോയി. പക്ഷെ 3-ാമത്തെ മാസം ആയപ്പോഴത്തേക്കിന് എന്റെ കാല് വീണ്ടും നീര് വെച്ചു, ചെറുതായിട്ടൊന്ന് പൊട്ടി. നേരത്തെ പൊട്ടിയിട്ടില്ലായിരുന്നു, പൊട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഉണങ്ങുന്നില്ലത്. ഭയങ്കര വ്രണം പോലായി, ഇരിക്കാൻ മേല നിൽക്കാൻ മേലാത്ത അവസ്ഥയായി. ആ കൂട്ടത്തിൽ തന്നെയാണ് എനിക്ക് യൂട്രസിനകത്ത് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ആ ബ്ലീഡിങ് ആയിരുന്ന സമയത്ത് ഗൈനക്കോളജിയെ പോയി കാണുമ്പോൾ, ഗൈനക്കോളജി ആശുപത്രിയിൽ പോയി കാണുമ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ മുഴയാന്ന് പറഞ്ഞു. ആ മുഴയെന്ന് പറഞ്ഞാൽ യൂട്രസിലല്ല, ഭിത്തിയിലാണ്. അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പറ്റില്ല, ഫുള്ളായിട്ട് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ രാജ്യമാഡം നിഷാദ് സാറ് പല പ്രാവശ്യം എൻ്റെ അടുത്ത് കൊണ്ടുവന്നെങ്കിലും ഞാൻ സത്യം പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ടില്ല. കാരണം എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഒഴിച്ച് അവരെ മാറ്റിയിട്ടാണ് ഞാൻ ഈ ആയുർവേദ ആശുപത്രിയിൽ പോയി 2.5 മാസം കിടന്നതും ഈ ഗൈനക്കോളജി ഡോക്ടറെ പോയി കാണുന്നതുമെല്ലാം. വീണ്ടും എൻ്റെ കാല് പൊട്ടി പ്രശ്നമായിട്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവര് നിർബന്ധമായിട്ട് വീട്ടിലേക്ക് വരുമായിരുന്നു. നിർബന്ധമായിട്ട് വീട്ടിലേക്ക് വന്നു. എനിക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇനറോട് കൊണ്ട് തന്നു. ഞാനത് വാങ്ങിക്കാൻ ഒരു കാരണം വെച്ചാൽ ഞാൻ ചേട്ടനെ ഒട്ടും സമ്മതിക്കില്ല. ചേട്ടൻ ചെറിയ മനസ്സിലാൽ ഞാൻ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കാനോ കഴിയത്തില്ലാത്തതിന്റെ പേരിലാണ് ഈ കുപ്പിക്കകത്തിരിക്കുന്ന ഈ സാധനം ഇവിടെ മേടിച്ചു വെക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അങ്ങനെ എന്തൊരു പാട്ടെ കൊണ്ടു തന്ന് ഞാനങ്ങ് ഏതായാലും എങ്ങനെയാ എനിക്കറിയില്ല. ഇരിക്കുന്നിടത്ത് കാല് നീട്ടി ഇരുന്നാല് ഞങ്ങളുടെ വീട് താഴെ 2 സ്റ്റെപ്പായിട്ടാണ്. താഴെയാണ് ബാത്റൂം. അതിനോട് ചേർന്നൊരു മുറിക്കുണ്ട്. ആ മുറിക്കകത്ത് 2.5 മാസത്തോടെ ഞാൻ കിടന്നു മണ്ടഭാഗം കാണാതെ. കാരണം എനിക്ക് കയറി വരാൻ പറ്റത്തില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ മണ്ടയിലിരുന്ന് ഞാൻ ഒരാളെ ശല്യം ചെയ്യാതൊന്ന് താഴോട്ട് ഇറങ്ങാൻ പോയതിന്റെ പേരില് മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് കാല് തെറ്റിയിട്ട് താഴെയാണ് വന്ന് വീണത്. പിന്നെ ഞാൻ താഴേന്ന് മണ്ടയിൽ കയറി പോകുന്നത് എന്റെ കാല് ഭേദമായിട്ടാണ്. അങ്ങനെ കിടന്ന് ഇരുന്നിടത്തുനിന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇവര് കൊണ്ടുതരുന്നു. ഈ പ്രോഡക്റ്റ് ഞാൻ കഴിച്ച് മനസ്സോടെ കഴിക്കുന്നു. കഴിച്ച് ഒരു ബോട്ടിൽ തീർന്നപ്പോൾ തന്നെ എനിക്ക് നല്ല എല്ലാവരോടും എനിക്ക് പറയാൻ എപ്പോഴും പറയാനാണ്, നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ ചിലർക്ക് ഇച്ചിരി വേദനയുണ്ട്. എനിക്ക് നല്ല വേദനയായിരുന്നു കഴിച്ചു തുടങ്ങിയപ്പോൾ. നല്ല വേദനയായിരുന്നു. കാലിനകത്ത് അഴുക്ക് പഴുപ്പും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് ചാടി എല്ലാം പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇത് കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന, എനിക്ക് പഴയതിനെക്കാളും വേദനയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സാരമില്ല. പിന്നെ ഞാൻ അങ്ങ് കഴിച്ചു. ആ ഒരു ബോട്ടിൽ തീർന്ന് 2ാമത്തെ ബോട്ടിലായപ്പോൾ എന്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ തന്നെ എഴുന്നേറ്റ് നടന്ന് ചെയ്യാൻ തുടങ്ങി. ഞാൻ ബാങ്ക് ജോലിക്ക് പോകാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. രാജ്യമേടത്തിന്റെ അടുത്തിരുന്ന് 3ാമത്തെ ബോട്ടിൽ ഞാൻ തന്നെ നടന്നു എന്നിട്ട് ഞാൻ ചേട്ടനും കൂടെ ഇറങ്ങി ചെന്നാണ് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിനകത്ത് ഞാൻ ഈ മരുന്ന് നമ്മുടെ ഈ ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടർ പറഞ്ഞ കണക്കിന് കഴിക്കുവാണ്. അതിന് ഭയങ്കര വിലയാണ് ആ മരുന്നിന്. അപ്പൊ ഞാൻ ഡോക്ടർ ഇത് 1 മാസത്തേക്ക് വാങ്ങിക്കണേ 10 വാങ്ങിക്കണേ 100 രൂപയാവും. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നമുക്ക് മരുന്ന് നിർത്താം, എന്നിട്ട് നമുക്ക് അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം, അതാകുമ്പോൾ കുഴപ്പമില്ലെന്ന്. അപ്പൊ ഞാൻ അത് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും മരുന്ന് വാങ്ങി കഴിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ എന്നോട് ഇങ്ങനെ, ടീച്ചർ നമ്മുടെ മീറ്റിങ്ങിന് അതിനേക്കാളും രസമാണ് ഈ ചേട്ടനെ എപ്പോൾ വിളിച്ചാലും ഞാൻ ബാങ്കിലാന്ന് പറഞ്ഞല്ലോ, ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനായെന്ന് എല്ലാവർക്കും അറിയാലോ. ബാങ്കിലെ ഓട്ടോ മിക്കവാറും പോകുന്നത് ചേട്ടനെയാണ് സാർ വിളിക്കുന്നത്. ഞാൻ വിളിക്കുമ്പോൾ എല്ലാം ചേട്ടൻ ഈ ഡെയിലോണിന്റെ മീറ്റിംഗ്
ഒന്ന് രാജ്മഠത്തിന്റെ കടയിൽ മീറ്റിംഗ് ആണെന്ന് പറയും. അതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ ചെല്ലുക, ഇവിടെ എന്നാ നടക്കുന്നത് എനിക്കും അറിയണം. ഞാനും വേറെ നടക്കുമ്പോൾ ഒരു ദിവസം വഴക്ക് പിടിച്ച് വണ്ടിക്കകത്ത് കയറി അവിടെ ചെന്നു. അപ്പൊ ടീച്ചറൊക്കെ ഇപ്പോഴും പറയാം, എന്റെ മുഖം വന്നിരുന്ന ഇരിപ്പ് കണ്ടാല് ആരും സഹിക്കത്തില്ല, അതുപോലെ ഭയങ്കര കനമായിരുന്നു. അപ്പൊ ടീച്ചർ ഇന്നപ്പോൾ നമ്മുടെ പ്രോട്ടീനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഞാനൊന്ന് പണ്ടൊന്ന് വീണിട്ട് എനിക്ക് മുട്ട് മടങ്ങത്തില്ലായിരുന്നു, അതുപോലെ ഇതുപോലെ യൂട്രസിനകത്ത് പ്രശ്നമുണ്ട്, ബ്രസ്റ്റ് 2 സൈഡ് ഓപ്പറേഷൻ ചെയ്ത് 2 മുഴ എടുത്താണ്, ചെറിയ പ്രശ്നം വീണ്ടും ഉണ്ട്, അങ്ങനെ മൊത്തം ഡാമേജ് ആയിരുന്നു ശരീരം. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇന്ന പ്രോഡക്റ്റുകൾ കഴിച്ചോളാൻ പറഞ്ഞ് രാജ്മഠത്തിൽ ഏത് UT എടുത്ത് തന്നു, ക്ലോറോഫിൽ തന്നു, എൻറോഡ് തന്നു. ഇതെല്ലാം ഞാൻ കൂട്ടി കഴിച്ചിട്ട് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞ കണക്കിന് 3 മാസമായപ്പോൾ സ്കാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ മുഴയൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്, ഇനി ഓപ്പറേഷൻ ചെയ്യണ്ട, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ്ട, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല, ഇപ്പൊ എനിക്ക് ഓവർ ബ്ലീഡിങ് ഇല്ല, എല്ലാ മാസവും കറക്റ്റായിട്ടാണ് പീരീഡ്സ് വരുന്നത്, ഒരു പ്രശ്നമില്ല, നമ്മുടെ UT കഴിച്ചിട്ടാണ് ആ പ്രശ്നം. അങ്ങനെ ഒരു 3-4 ഓപ്പറേഷൻ ചെയ്യേണ്ട ശരീരം അത് കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടേ ഇല്ല. കാരണം ഞാൻ ബാങ്ക് ജോലിക്ക് പോകുന്ന വെച്ചാൽ ഈ നമ്മുടെ വേദനയുടെ ഗുളിക ഡസൻ കണക്കിന് വാങ്ങിച്ചു വെച്ചിട്ട് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യാൻ നിന്നോണ്ടിരുന്നത്. ഞാനിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ കയറുന്നില്ല. അവരെന്നെ അന്വേഷിക്കാൻ നിന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിക്സ് മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, ഇപ്പം ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ, നല്ല ഡെയിലി ഞാൻ മെഡിക്കൽ സ്റ്റോറിലായിരുന്നു. അതുപോലെ ഒത്തിരി റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ കൊച്ചിന് റിസൾട്ട് കിട്ടി, അച്ഛന് കിട്ടി, ഇവിടെ ചേച്ചിയുണ്ട്, ഇവിടെ എല്ലാവർക്കും ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറുകാര് ഞങ്ങൾ തിരക്കി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് കാരണം അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ 00180 ഷൈസാറിനാണ് ഞാൻ കൊടുക്കുന്നത്. അവര് നമ്മുടെ ഈ പ്രോഡക്റ്റ് ആരോ ചെന്ന് അവരുടെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചു. അന്നേരം അവര് അന്വേഷിച്ചപ്പോൾ ഈ ആള് നമ്മുടെ ഈ എൻറോണിന്റെ ബോട്ടിന്റെ പുറത്തെ നമ്പർ പേര് വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്താണ് നമ്മുടെ കമ്പനിയുടെ നമ്പറൊക്കെ എടുക്കുന്നത്. അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പം ഷൈസാറിനെ പിന്നെ വിളിക്കുന്നു, ഷൈസാറിനെ ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അവരുമായിട്ടെല്ലാം സംസാരിച്ച് സെറ്റാക്കി. ഇന്നലെ അവരോട് വന്നായിരുന്നു, നമുക്ക് സാറിനെ കാണാൻ വേണ്ടി അവർ ഇന്നലെ വന്നായിരുന്നു, പക്ഷെ അവരെ കാണാൻ പറ്റിയില്ല. അവരെന്നാണ് സൂപ്പറായിട്ടാണ് പോയിരുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ അവരുടെ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നിന്റെ കൂട്ടത്തിൽ നമ്മുടെ പുറത്തുകൾ എടുത്തു വെക്കാൻ അവർ റെഡി ആയിട്ട് ഹോം ഷോപ്പിൽ എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നെല്ലാം ചോദിച്ചു. ഞങ്ങള് വീട്ടിലേക്ക് വരാം, ഷൈസാറിനെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. ഒത്തിരി ആളുകൾക്ക് നമുക്ക് പ്രോഡക്റ്റ് കൊടുത്ത് റിസൾട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ചെല്ലുന്നതെല്ലാം സൂപ്പറാക്കി ഞങ്ങൾക്ക് റിസൾട്ട് എടുത്ത് അവരിൽ കൂടെ ഇന്നിപ്പോഴും എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ വരാം എന്ന്. അത് നമ്മുടെ സുധാമണി ചേച്ചിയുടെ കേരളത്തിലുള്ള ഇതാണ്. മിന്നാന്ന് ഞങ്ങൾ പോയതാണ്. ഇങ്ങനെ നിറയെ വർക്കുകൾ കിട്ടുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ട് എന്നാണേലും ഞങ്ങൾ കയ്യിലോടി കൂടി തന്നെ ഞങ്ങൾ അതിനുവേണ്ടി മാത്രമാണ് ഇപ്പം മാറ്റി വെച്ചേക്കുന്നത്. ഒരു കാര്യങ്ങൾ പറയാം, ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റില്ലായിരുന്നു, ഇന്നലെ എനിക്കിവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം വീട്ടില് കുഞ്ഞിനെ നോക്കുന്ന